അങ്കമാലി അയ്യമ്പുഴ പഞ്ചായത്തിൽ ഒലിവ് മൗണ്ടിൽ സംരംഭകയായി എത്തി വിദേശ വനിതയെ കബളിപ്പിച്ച് വൻതുക തട്ടിയ അജിത് ബാബു അവരുടെ കുട്ടിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചതായും പരാതി ഉയരുന്നു. അസുഖബാധിതയായ കുട്ടിയുടെ ചികിത്സാ ചെലവിനെന്ന പേരിലും ഇയാൾ കോടികൾ തട്ടിയെടുത്തു. ഇയാളുടെ ഭീഷണി ഭയന്ന് യോഗ പരിശീലനത്തിനും മറ്റുമായി നിർമ്മിച്ച സ്ഥാപനവും അടച്ചുപൂട്ടേണ്ടി വന്നു. വിവരങ്ങളുമായി ബീന റാണി ചേരുന്നുണ്ട്. ബീന റാണി, നമുക്കറിയാം ഈ മെഡിറ്റേഷൻ സെന്റർ ആരംഭിച്ച വിദേശ വനിതയാണ്, ഓസ്ട്രിയ സ്വദേശിനിയാണ്. അവരിൽ നിന്ന് വലിയ തുകയാണ് ഇയാൾ തട്ടിയെടുത്തത്. മാത്രമല്ല അവരുടെ കുട്ടിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചതായും പരാതി ഉയരുന്നുണ്ടല്ലോ. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അന്വേഷിച്ചപ്പോൾ എന്താണ് മനസ്സിലായത്? ലക്ഷ്മി, അങ്കമാലി അയ്യമ്പുഴയിൽ ഒരു മെഡിറ്റേഷൻ സെൻറ്റർ തുടങ്ങാനെത്തിയ ഒരു ഓസ്ട്രിയ വനിതയ്ക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ, അവർ നേരിട്ട സാമ്പത്തിക തട്ടിപ്പിനെക്കുറിച്ച് ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിൻ്റെ തുടർച്ചയായ എന്നോണം നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവരോടൊപ്പം ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയെ അപായപ്പെടുത്താനും ഈ ഇന്നലെ ആരോപണ വിധേയനായ ഈ വ്യക്തി തയ്യാറായി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ പാർവതി റേഷർ എന്ന ഈ ഓസ്ട്രിയ സ്വദേശിനി കേരളത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഉത്തർപ്രദേശിൽ നിന്ന് ഒരു കുട്ടിയെ, 2 ദിവസം പ്രായമുള്ള ഒരു കുട്ടിയെ അവശനിലയിൽ റോഡരികിൽ കണ്ടെത്തിയ ഒരു കുട്ടിയെ രക്ഷിച്ച് അവർ ദത്തെടുത്തിരുന്നു. ആ കുട്ടിയുടെ സംരക്ഷണ ചുമതല പിന്നീട് ഏറ്റെടുത്തതിൻ്റെ ഭാഗമായി ഈ കുട്ടിയുമായാണ് ഇവർ കേരളത്തിലെത്തുന്നത്. ഈ കുട്ടിക്ക് വൃക്ക സംബന്ധമായ ചില അസുഖങ്ങളുണ്ടായിരുന്നു. വൃക്ക മാറ്റിവെക്കുന്നത് അടക്കമുള്ള ചികിത്സയാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഈ കുട്ടിക്ക് വൃക്ക നൽകാനും ഈ പാർവതി റേഷർ തയ്യാറായി. അതുമായി ബന്ധപ്പെട്ട ചികിത്സയും ഈ മെഡിറ്റേഷൻ സെൻറ്റർ ഇവിടെ പ്രവർത്തിക്കുന്നതിനോടൊപ്പം അതുമായും ഇവർ മുമ്പോട്ട് പോയിരുന്നു. അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ കമ്പനി ഡയറക്ടറായിരുന്ന, അതായത് കേരളത്തിൽ ഒരു വിദേശിക്ക് ബിസിനസ് തുടങ്ങണമെങ്കിൽ ഒരു സ്വദേശത്തുള്ള ഒരു പങ്കാളി വേണമെന്ന് നിർബന്ധമുള്ളതിനാലാണ് ഈ അജിത് ബാബു എന്ന വ്യക്തിയെ, കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിച്ച ഈ അജിത് ബാബു എന്ന വ്യക്തിയെ ഡയറക്ടറായി നിയമിക്കുന്നത്. അദ്ദേഹം തന്നെ ഈ കുട്ടിയുടെ, പാർവതി റേഷറിന് കേരളത്തിൽ അധികം പരിചയമില്ലാത്തതിനാൽ ഈ ഡയറക്ടറെ തന്നെ ഈ കുട്ടിയുടെ ചികിത്സാ ചെലവും കുട്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഡോക്ടറെ സന്ദർശിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളും ഇദ്ദേഹത്തിൻ്റെ സഹായത്തോടെയാണ് ചെയ്തിരുന്നത്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുട്ടിയുടെ ചികിത്സയ്ക്ക് ആവശ്യമായ ചെലവ് ക്രമാതീതമായി, അല്ലെങ്കിൽ വലിയ ചിലവാണെന്ന് ഈ വനിതയെ തെറ്റിദ്ധരിപ്പിച്ച വലിയ തുക ഇവരുടെ പക്കൽ നിന്ന് ഇയാൾ കൈക്കലാക്കുകയായിരുന്നു. അതായത് 240 രൂപ വിലയുള്ള മരുന്നുകൾക്ക് പോലും ഇയാൾ വലിയ ലക്ഷങ്ങൾ ചെലവാക്കണമെന്ന് നിർബന്ധിച്ച് ഇവരുടെ നിന്ന് പണം കൈപ്പറ്റുന്നു. അതുമായി ബന്ധപ്പെട്ട വാട്സപ്പ് മെസ്സേജുകളും രേഖകളും പണം അയച്ചതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം തന്നെ ഈ പാർവതി റേഷറിൻ്റെ പക്കലുണ്ട്. അത് ഏറെ കഴിഞ്ഞാണ് ഇവർക്ക് മനസ്സിലാകുന്നത്. ഇവർ മറ്റൊരു ദേശത്ത് നിന്ന് എത്തിയതും ഒരു വിദേശിയുമായതിനാൽ ഡോക്ടറുമായി നേരിട്ട് സംസാരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ അജിത് ബാബു വഴിയാണ് ഇവർ ഇക്കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തിരുന്നത്. അജിത് ബാബു ആണ് ഡോക്ടറുമായും സംസാരിച്ചിരുന്നത്. ഈ പരാതിക്കാരുടെ അഡ്വക്കേറ്റ് മാർട്ടിൻ ചാക്കോ ചേരുന്നുണ്ട്. ബിനാറാണ്, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. സർ, കേൾക്കാമല്ലോ അല്ലേ? ശ്രീ മാർട്ടിൻ ചാക്കോ, താങ്കൾ കേൾക്കാമോ? സർ, ഈ ഓസ്ട്രിയ സ്വദേശിയെ കബളിപ്പിച്ച് വലിയ തുക ഈ അജിത് ബാബു തട്ടിയെടുത്തു. മാത്രമല്ല അവരുടെ കുട്ടിയുടെ ചികിത്സാ ചെലവിനെന്ന പേരിലും ഇയാൾ ഒരുപാട് പണം ഇവരിൽ നിന്ന് അപഹരിച്ചു, അല്ലെങ്കിൽ അത്തരത്തിൽ കബളിപ്പിച്ച് തട്ടിയെടുത്തു എന്നൊരു പരാതി വന്നിട്ടുണ്ടല്ലോ. അതുമായി ബന്ധപ്പെട്ട കേസ് എങ്ങനെയാണ് മുന്നോട്ട് നീങ്ങുന്നത്? നിലവില് ഈ പാർവതി റേഷർ എന്ന് പറഞ്ഞ ലേഡി ഒരു പരാതി SP കൊടുത്തിരുന്നു. ആ SP അത് പെരുമ്പാവൂർ DSPക്ക് കൈമാറിയിട്ട് അത് അയ്യമ്പുഴ സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പൊ FIR രജിസ്റ്റർ ചെയ്തിട്ടിപ്പോ ഉദ്ദേശം 1 മാസത്തോളമായി. അത് യാതൊരു നടപടി ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല. ബാക്കിയുള്ള ഇതിനോടനുബന്ധിച്ചുള്ള നടപടികൾ നടക്കുന്നു എന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. ഈ നടപടി മുന്നോട്ട് നീങ്ങാത്ത എന്താണെന്നാണ് അന്വേഷിച്ചപ്പോൾ ഇത്തരത്തിൽ ഒഴികൊഴിവ് പറഞ്ഞ് മാറുകയാണ്. ഒരു വിദേശ വനിത ഇവിടെ സംരംഭകയായി എത്തി, അവർക്ക് നേരിട്ട ദുരനുഭവം, അവർ നമ്മുടെ നിയമ സംവിധാനത്തിൽ വിശ്വസിച്ച് ഒരു പരാതി നൽകുന്നു. പക്ഷെ എന്തുകൊണ്ട് ഇത് മുന്നോട്ട് നീങ്ങുന്നില്ല എന്നുള്ളത് എന്തെങ്കിലും രാഷ്ട്രീയ ഇടപെടൽ എന്നുള്ളൊരു സംശയമുണ്ടോ? നിലവില് ഇതിനെ സംബന്ധിച്ച് യാതൊരുവിധ തീരുമാനങ്ങളും കൈക്കൊള്ളാത്തത് ഈ ലേഡിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അവര് പറയുന്നത്, ഇങ്ങനെ ഒരു വിദേശ വനിത അവിടെ ഒരു സംരംഭം തുടങ്ങാനായിട്ട് വന്നിട്ട് അവർ ഇത്രയധികം പറ്റിച്ചു. അതിന്റെ വാട്സപ്പ് മെസ്സേജുകളുണ്ട് അവരുടെ കയ്യില്. ഈ പൈസകളൊക്കെ അവർ കൊടുത്തിരിക്കുന്നത് ത്രൂ അക്കൗണ്ടാണ്. ഇതിനൊക്കെ വാട്സപ്പ് സപ്പോർട്ടിങ് മെസ്സേജുകളുണ്ട്.
ഇത്രയൊക്കെ എവിഡൻസ് ഉണ്ടായിട്ടും ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് ഒരു വിദേശത്ത് നിന്ന് വന്ന ഒരു വനിതയ്ക്ക് ഇത്രയും തെളിവുകൾ ഹാജരാക്കിയിട്ട് എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളതിനെ സംബന്ധിച്ച് അവര് എന്നോട് പലപ്പോഴും ഇത് തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല? എന്തെങ്കിലും പൊളിറ്റിക്കലായിട്ടുള്ള പ്രഷർ ഉണ്ടോ എന്ന് വരെ ഞാൻ സംശയിക്കുന്നു ഇതിനകത്ത്. കാരണം ഒത്തിരി രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി പേരെ ഇതിനകത്ത് സമീപിച്ചിരുന്നു. അവരൊക്കെ നടപടികൾ എടുക്കാം എന്ന് പറഞ്ഞതല്ലാതെ യാതൊരുവിധ നടപടികളും സ്ട്രിക്റ്റ് സെൻസിൽ മുന്നോട്ട് പോകുന്നില്ല. മാത്രമല്ല ഈ കുട്ടിയുടെ കേസിലാണ് നമുക്ക് ഏറ്റവും പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥ മനസ്സിലായത്. കുട്ടിയുടെ 2 കിഡ്നിയും, ഒരു കിഡ്നി പൂർണ്ണമായിട്ടും വീക്കാണ്, രണ്ടാമത്തെ കിഡ്നി പാർഷ്യലി വർക്കിംഗ് ആണ്. ആ കുട്ടിയുടെ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഏതാണ്ട് 1,90,00,000 രൂപയോളം ഫേക്ക് ആയിട്ടുള്ള മെഡിസിൻ അവര് നമ്മുടെ മുന്നിൽ ഹാജരാക്കിയിരിക്കുന്ന രേഖകൾ പ്രകാരം ഫേക്ക് ആയിട്ടുള്ള മെഡിസിനാണ് ഇവർക്ക് ആന്റിബയോട്ടിക് എന്ന് പറഞ്ഞ് കൊടുത്ത് ഏതാണ്ട് 1,90,00,000 രൂപ ആ ആന്റിബയോട്ടിക് മെഡിസിനിൽ തന്നെ ഈ അജിത് ബാബു എന്ന് പറയുന്ന വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതായിട്ട് കാണുന്നത്. അതിലാണ് നമുക്ക് ഏറ്റവും സങ്കടം തോന്നുന്നത്. കാരണം ഒരു കുട്ടിയുടെ ലൈഫ് 5 വയസ്സ് ഇപ്പൊ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ലേഡി അവരുടെ കിഡ്നി അവർക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാനായിട്ട് ആപ്റ്റായിട്ട് കണ്ടിട്ട് അവരുടെ കിഡ്നി കൊടുക്കാനായിട്ട് ചികിത്സകളും മറ്റുള്ള കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് അവർക്ക് ഇവരുടെ കിഡ്നിക്ക് ഇൻഫെക്ഷൻ വന്നു. ആ ഇൻഫെക്ഷന്റെ ഇതിനകത്തേക്ക് ആന്റിബയോട്ടിക് മെഡിസിൻ അത് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഫേക്ക് ആയിട്ടുള്ള മെഡിസിൻ ഏതാണ്ട് 10 മാസത്തോളം ഇവർക്ക് ആന്റിബയോട്ടിക് മെഡിസിൻ എന്ന് പറഞ്ഞ് കൊടുത്ത് ആ കുട്ടിയുടെ ലൈഫിനെ വെച്ച് കളിച്ചതാണ്. അതാണ് നമുക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്തത്. മറ്റുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ അന്വേഷണത്തിൽ കുറച്ചും കൂടിയും അവർക്ക് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള മറ്റുള്ള ഡോക്യുമെന്റ്സ് ഉണ്ടാകാം. പക്ഷെ ഇത് ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഒരു കൊച്ചിന്റെ ലൈഫ്, 5 വയസ്സായ ഒരു കൊച്ച്, അവരപ്പോ ഈ കുട്ടീനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഓസ്ട്രിയ തുടങ്ങി ഇങ്ങോട്ട് ഈ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി മാത്രം അവര് കൊണ്ടു നടക്കാണ്. അപ്പൊ ആ കുട്ടിയുടെ ഇഷ്യൂ ആണ് അവർക്ക് പ്രധാനം. മറ്റുള്ള ഇഷ്യൂസ് അവർ മാറ്റിവെച്ചുകൊണ്ടാണ് ഇതിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ കേസിൽ പോലീസ് ശക്തമായിട്ടുള്ളൊരു നടപടി കൈക്കൊള്ളേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇപ്പൊ 1 മാസത്തോളം FIR ഇട്ടിട്ട്. ഏതെല്ലാം ചാർജസ് ആയിരുന്നു അതൊന്ന് വെളിപ്പെടുത്താൻ തടസ്സമുണ്ടോ? അത് 420 ചീറ്റിംഗ് ആണ് ഇപ്പൊ കേസ് എടുത്തിരിക്കുന്നത്. ചീറ്റിങ്ങിനാണ് കേസ് എടുത്തിരിക്കുന്നത്. ആ കേസ് ജില്ലാ ക്രൈംബ്രാഞ്ചിന് വിട്ടു എന്ന് ഓറലായിട്ട് നമുക്കൊരു മറുപടി കിട്ടിയിരുന്നെങ്കിലും ബാക്കിയുള്ള നടപടികൾ അത്ര സ്മൂത്ത് ആയിട്ടല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വിദേശ വനിതയ്ക്ക് ഇവിടെ വന്നോട്ട് അവർക്ക് എല്ലാത്തിനും ഒരു എന്താ പറയുക ഒരു തടസ്സങ്ങളുണ്ട്. കാരണം അവർക്ക് ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് മറ്റാരും ഇല്ല. ഈ കുട്ടിയും അവരും അല്ലാതെ വേറൊരാള് സപ്പോർട്ട് അവർക്കില്ല. ഈ ഡയറക്ടർ എന്ന് പറയുന്ന അജിത് ബാബു ആണ് അദ്ദേഹത്തിന്റെ ഇവരുടെ കൂടെ ഫുൾ ടൈം ഉണ്ടായിരുന്നു. അതെ സർ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഈ കുട്ടിയെ അപായപ്പെടുത്താൻ ശ്രമം നടന്നു, ഇപ്പോൾ പറഞ്ഞ പോലെയാണ്. അത് നമുക്ക് മനസാക്ഷിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ്. അങ്ങനെ ഒരു പുതിയ പരാതി നൽകിയിട്ടുണ്ടോ? അത് ഈ പരാതിയിൽ തന്നെ അത് കൊള്ളിച്ചിട്ടുണ്ട് ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ഈ ചീറ്റിംഗ് എന്ന് മാത്രമാണ് ഇപ്പോൾ ചാർജ് ചെയ്തിരിക്കുന്നത് അല്ലേ? ഇപ്പൊ ചാർജ് ചെയ്തിരിക്കുന്നത് 420 ചീറ്റിംഗിന് മാത്രമാണ് കേസ് എടുത്തിരിക്കുന്നത്. യെസ് വളരെയധികം നന്ദി ശ്രീ മാർട്ടിൻ ചാക്കോ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്. ബീന റാണിയിലേക്ക് പോവുകയാണ്. ബീന റാണി, ഈ കുഞ്ഞിന്റെ ജീവൻ പോലും അപകടത്തിലാകുന്ന രീതിയിലാണ് വ്യാജ മരുന്നുകളൊക്കെ കൊടുത്ത് കോടികളും ലക്ഷങ്ങളും ഒക്കെ തട്ടിയത്. അതാണ് വലിയ വിഷമമെന്ന് അഡ്വക്കേറ്റ് പറയുന്നുമുണ്ട്. പക്ഷേ അങ്ങനെയാണെങ്കിലും ഇതെല്ലാം ഈ പരാതിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പക്ഷേ ചീറ്റിംഗ് എന്ന് പറഞ്ഞ് മാത്രം വകുപ്പ് ചുമത്തി ഇത്തരത്തിൽ കേസ് എടുത്തിരിക്കുന്നു. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകുന്നില്ല എന്നാണ് അഡ്വക്കേറ്റ് പറയുന്നത്. ലക്ഷ്മി, തീർച്ചയായിട്ടും പാർവതി രൈഷർ എന്ന വ്യക്തിക്ക് ഇപ്പോൾ ഏറ്റവും പ്രധാനം ആ കുട്ടിയുടെ ജീവനാണ്. 3 ദിവസത്തിലൊരിക്കൽ ഡയാലിസിസ് ചെയ്യുന്ന ഒരു കുട്ടിയുമായാണ് അവർ ഈ കേസിൻ്റെ പുറകെയും മറ്റും സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കൂടുതൽ കാര്യങ്ങളിലേക്ക് അവർക്ക് കടക്കാനാവുന്നില്ല എന്നൊരു കാര്യവും കൂടെ ഇതിൻ്റെ കൂടെയുണ്ട്. തീർച്ചയായും ഇത്തരത്തിൽ ഈ കുട്ടിയുടെ ഈ ട്രാൻസ്പ്ലാന്റേഷൻ പൂർത്തിയാകുന്ന മുറയ്ക്ക് അവർ കൂടുതൽ അതുമായി ബന്ധപ്പെട്ട് അധികാരികളെ സമീപിക്കാൻ ലക്ഷ്യം
ലക്ഷ്യമിടുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെയും ശ്രദ്ധയിൽ ഇക്കാര്യം പെടുത്താൻ അവർ ശ്രമിക്കുന്നുണ്ട്. നേരത്തെ സംസ്ഥാന മുഖ്യമന്ത്രി അടക്കമുള്ളവരോട് ഇവർ ഇത്തരത്തിൽ പരാതി ഉന്നയിച്ചിരുന്നു. നടപടി ഒന്നും ഉണ്ടായില്ല. ഏറ്റവും ദുഃഖകരമായ കാര്യം, ഈ കുട്ടിയെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ അജിത് ബാബു എന്ന് പറയുന്ന വ്യക്തി മറ്റാരുടെയൊക്കെയോ സഹായത്തോടെ ഇവരുടെ ഈ ക്യാമ്പസിൽ വിഷപ്പാമ്പുകളെ കൊണ്ട് നിക്ഷേപിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അത് അവർ നമ്മളോട് ഓസ്ട്രിയ വനിത നമ്മളോട് വിവരിക്കുന്നുമുണ്ട്. അത്തരത്തിൽ ഇവരോട് വളരെ ദ്രോഹകരമായ നടപടി സ്വീകരിച്ച് ഇവരെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നതിന് പുറമെ ഇവർക്ക് നേരെ നിരന്തരം ഭീഷണിയും ഉയർത്തിക്കൊണ്ടിരുന്നു. ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ ഇല്ലാതാക്കും എന്നുള്ള രീതിയിലുള്ള ഭീഷണിയും ഇവർക്കെതിരെ മുഴക്കിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനം അടച്ചുപൂട്ടി മറ്റൊരു ജില്ലയിൽ പോയി താമസിക്കേണ്ട ഒരു സാഹചര്യം ഇവർക്കിപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. അവിടെയാണെങ്കിൽ കുട്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് അവർ തിരക്കിലായതിനാൽ മാത്രം ഇതിന്റെ നടപടി ഇപ്പോൾ മുന്നോട്ട് പോകാത്ത ഒരു സാഹചര്യമുണ്ട്. എന്തായാലും അതിനുശേഷം ഇവർ ഇതുമായി കേന്ദ്ര ആഭ്യന്തര വകുപ്പ് അടക്കമുള്ളവരെ സമീപിക്കാൻ ലക്ഷ്യമിടുന്നുണ്ട്. വലിയ സാമ്പത്തിക തട്ടിപ്പിന് പുറമെയാണ് ഇത്തരത്തിൽ ഇവരെ അപായപ്പെടുത്താൻ ഉള്ള ശ്രമവും ഇയാൾ നടത്തിയിരുന്നത്. ബിസിനസ് പങ്കാളി അല്ലെങ്കിൽ ഇവിടെ തുടങ്ങിയ സംരംഭത്തിന്റെ പങ്കാളി എന്ന നിലയിൽ ഇയാൾ ഡയറക്ടർ കൂടി ആയതിനാൽ ഇവർക്ക് ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ വലിയ ജീവന് തന്നെ അപായം സംഭവിക്കുമെന്ന രീതിയിലാണ് അവർക്ക് നേരെ ഭീഷണി ഉയർത്തിയിരുന്നത്. ഈ സാഹചര്യങ്ങളെല്ലാം നിലനിൽക്കുകയാണ് ഈ കുട്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട അവരുടെ പ്രശ്നങ്ങളും. സാമ്പത്തിക നഷ്ടം മാത്രമല്ല, ജീവൻ അപായപ്പെടുത്താൻ ശ്രമവും അവർക്കും, ഒപ്പം തന്നെ അവർ ദത്തെടുത്ത കുഞ്ഞിനും. എന്തായാലും ഇപ്പോൾ ലോക്കൽ പോലീസിന്റെ അന്വേഷണം എങ്ങും എത്താത്തതുകൊണ്ട് തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് പാർവതി റസ്നർ. ബീന റാണിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ പ്രതികരിച്ച മാർട്ടിൻ ചാക്കോ, പരാതിക്കാർ അഡ്വക്കേറ്റ്. ഒരിക്കൽ കൂടി നന്ദി.